ഞാനും സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. മാത്രമല്ല തൃശ്ശൂർ അതിരൂപതയുടെ പ്രദേശം കൂടി ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് കോട്ടപ്പുറം രൂപത. ഒപ്പം തന്നെ അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ പേരിലും അംബ്രോസ് പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അംബ്രോസ് പിതാവിൽ കാണുന്ന എന്താ പ്രത്യേകത? അംബ്രോസ് പിതാവിനെ കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് പിതാവ് രൂപതയെ സുധീരമായും സുമധുരമായും നയിക്കും എന്നതിനെക്കുറിച്ച് സംശയമില്ല. കാത്തിരിക്കുകയായിരുന്നു കോട്ടപ്പുറം രൂപതയ്ക്ക് ഒരിടയന്. ദൈവം തക്ക സമയത്ത് ഏറ്റവും ഉചിതമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അംബ്രോസ് പിതാവിനെ രൂപതയ്ക്ക് പുതിയ മെത്രാനായി നൽകി. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നല്ല രീതിയിൽ ഇടയ ശുശ്രൂഷ നമ്മുടെ കോട്ടപ്പുറം രൂപതയ്ക്കും കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും അദ്ദേഹം നിർവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ബിഷപ്പിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താ അംബ്രോസ് പിതാവിൽ? വളരെ സിമ്പിളാണ്, ആള് സൗമ്യനാണ്. എല്ലാവരോടും പെട്ടെന്ന് ഇടപഴകുവാനുള്ള ഒരു പ്രകൃതം അച്ഛനിൽ കാണുന്നു. അത് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. പിന്നോക്കം നിൽക്കുന്ന ഒരു രൂപത കൂടിയാണ് കോട്ടപ്പുറം. ആ രൂപതയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പിതാവിന് കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ വൈദികരുടെ സഹകരണത്തോടുകൂടി ദൈവജനത്തിന്റെ സഹകരണത്തോടുകൂടി സാധ്യമാണ്.